അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തൽ മഖ്ബറത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഖബർസ്ഥാനിലേക്ക് റസൂലുള്ളാഹി വരികയാണ്. ഫഖാല അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിങ്ങളുടെ മേലുണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഞാൻ അള്ളാഹു ഉദ്ദേശിച്ചുവെങ്കിൽ നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നതാണ് എന്ന് മദീന പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന ജന്നത്തുൽ ബഖീലിന്റെ ഖബർസ്ഥാനിലേക്ക് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്. അവിടെ അടങ്ങിയിരിക്കുന്ന മുഅ്മിനീങ്ങളോട് റസൂലുള്ളാഹി പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികൾക്ക് മുമ്പായിട്ട് ഇത് പറയുകയാണ്. സ്വഹാബത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും തുടർത്തിക്കൊണ്ട് പറയുകയാണ്. വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഇഖ്വാനുകളെ, എന്റെ സഹോദരങ്ങളെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഖാലൂ, ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്. അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്. നബിയേ ഞങ്ങളല്ലേ അവിടുത്തതാകുന്ന ഇഖ്വാൻ, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ, പിന്നെ ആരെ കാണാനാണ് തങ്ങൾ കൊതിക്കുന്നത്? വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ ഇഷ്ടം വെക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ജന്നത്തുൽ ബഖീൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോ സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്. അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്. നബിയേ ഞങ്ങളല്ലേ അവിടുത്തെ ഇഖ്വാനുകൾ, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ. റസൂലേ പിന്നെ ആരെ കാണാനാണ് തങ്ങൾ കൊതിക്കുന്നത്? ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അൻതും സ്വഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, നിങ്ങൾ എന്റെ സഖാക്കളാണ്, നിങ്ങൾ എന്റേതാകുന്ന സ്വഹാബികളാണ്, സുഹബത്തുകാരാണ്. എന്നാൽ എന്റെ സഹോദരങ്ങൾ ആരാണെന്നറിയുമോ? എന്റെ സഹോദരങ്ങൾ ആരാണെന്നറിയുമോ? വയഖ്വാനുനല്ലദീന ലം യഅതു മിൻ ബഅദി വയഖ്വാനുനല്ലദീന ലം യഅതു ബഅദി. എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ശേഷം കടന്നു വരുന്നതായ ആളുകളാണ്. എനിക്ക് ശേഷം ഒരു കാലഘട്ടത്തിൽ കടന്നു വരും. അവരാണ് ആര്? എന്റെ യഥാർത്ഥ ഇഖ്വാനുകൾ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്. കൈഫ തഅരിഫു മല്ലം യഅതി ബഅദു മിൻ ഉമ്മതിക. എങ്ങനെയാണ് നബിയെ തങ്ങൾ മനസ്സിലാക്കുക? തങ്ങൾക്ക് ശേഷം വരുന്നതാകുന്ന സമൂഹത്തെ തങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? കാരണം തങ്ങൾ നേരിട്ടവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാണ് തങ്ങളെ അവരെ കണ്ടെത്തുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, അവരെന്റെ ഇഖ്വാനുകളാണ്, അവരെ ഞാൻ കണ്ടെങ്ങനെ മനസ്സിലാക്കുമെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? അവരെനിക്ക് ശേഷം വരുന്നതാകുന്ന സഹോദരങ്ങളാണ്, അവരെ ഞാൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് നിങ്ങൾക്കറിയണോ? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സ്വഹാബാ, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജലത്തുൻ ബൈന ലഹ്രി ഖൈലിൻ ദുഹുമിൻ ബുഹുമിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. റസൂലുള്ളവരോട് ചോദിക്കുകയാണ്. അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ. നീ എന്താണ് പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാൾക്ക് നല്ല സുന്ദരമായ കുതിരകളുണ്ട്, എന്നാൽ ആ കുതിരകളുടെ നിറം മുഴുവനും കറുപ്പാണ്. കറുകറുത്തതാകുന്ന കുതിരകൾക്ക് നല്ല മുഖവും വെളുത്തതാകുന്ന കൈകളുമുണ്ട് എങ്കിൽ ആ കുതിരകളെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയില്ലയോ? കുതിരകൾക്കിടയിൽ നിന്ന് വ്യക്തമാക്കി തിരിച്ചറിയാൻ സാധിക്കില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്.
ഒരു കുതിരക്കാരന് ഒരുപാട് കുതിരകൾ ഉള്ളതാകുന്ന വ്യക്തിയാണ്. അയാളുടേതാകുന്ന കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് വെളുത്ത മുഖവും വെളുത്തതാകുന്ന കൈകാലുകളും ഉള്ളതാകുന്ന കുതിരകളെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ സഹാബത്ത് പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, ഇല്ല റസൂലേ. ഒരുപാട് കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് മുഖവും കൈകാലുകളും വെളുത്തതാകുന്ന കുതിരകളെ തിരിച്ചറിയാൻ യാതൊരുവിധ പ്രയാസവുമില്ല റസൂലേ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്നാൽ അവരാരാണെന്നറിയുമോ? അവരാരാണെന്നറിയുമോ? നാളെ മഹ്ശറ വൻസഭയിൽ നിങ്ങളും കഴിഞ്ഞുപോയ സമൂഹവും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരും വന്നു നിൽക്കെ അവരുടെ മുഖവും അവരുടെ കൈകാലുകളും വെളുത്തവരാണ്. അവർ വുളൂ ചെയ്യുന്നവരാണ്, വുളൂ ചെയ്യുന്നവരാണ്. ഫഇന്നഹും യഅതൂന ഗുർറൻ മുഹജ്ജിലീന മിനൽ വുളൂഇ വഅന ഫറതുഹും അലാ ഹൗളി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരതാ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയും അവരതാ ഇബാദത്തുകൾ കണിശത വെക്കാൻ വേണ്ടിയും അവരതാ പരിശുദ്ധമാക്കപ്പെട്ട ദീനി മജ്‌ലിസുകൾ പങ്കെടുക്കാൻ വേണ്ടിയും റൂഹേ ബയാൻ മജ്‌ലിസ് അടക്കമുള്ള ഏതെല്ലാം ആത്മീയമായ മജ്‌ലിസുകളുണ്ടോ, ഏതൊക്കെ ഔറാദിന്റെ വേദികളുണ്ടോ, അതിലേക്കെല്ലാം പങ്കാളികളാകാൻ പോയ സമയത്ത് അവർ വുളൂ ചെയ്തുകൊണ്ട് നിലകൊണ്ടവരാ. അവർ നമസ്കരിക്കാൻ പോയപ്പോൾ മാത്രമല്ല വുളൂ എടുത്തത്, അവർ കിടക്കാൻ പോകുമ്പോഴും വുളൂ എടുത്തുകൊണ്ടവരാണ്. അവർ ഭാര്യയും ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ പോയ നേരത്തും വുളൂ എടുത്തുകൊണ്ട് നിലകൊണ്ടവരാണ്. വുളൂ നിത്യമാക്കിയവരാണ്, വുളൂ ദായിമാക്കിയവരാണ്, അതിന് മടിയില്ലാത്തവരാണ്. എത്ര തണുപ്പുള്ളതാകുന്ന സമയത്തും എത്ര തണുപ്പുള്ളതാകുന്ന വേളകളിലും നല്ലതുപോലെ മുഖം കഴുകിയവരാണ്, നല്ലതുപോലെ കൈ കഴുകിയവരാണ്, നല്ലതുപോലെ കാല് കഴുകിയവരാണ്, നല്ലതുപോലെ തല തടവിയവരാണ്, നല്ലതുപോലെ ചെവി തടവിയവരാണ്. അവരുടെ മുഖവും കൈകാലുകളും നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ വച്ചവർ നിൽക്കുമ്പോ കത്തിജ്വലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തുന്നതായ വേളയിൽ കത്തിയാളെ നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വേളയിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിതാ പ്രത്യേകമായ സംരക്ഷണം തീർക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ നിന്ന് അഥവാ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകമായി അവരെ തിരിച്ചറിയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി മറ്റൊന്നുമല്ല, അവരുടെ മുഖവും അവരുടെ കൈകാലും വെളുത്തിരിക്കുകയാണ്, വെളുത്തിരിക്കുകയാണ്. കാരണം അവർ ഈ ദുനിയാവിൽ വെളുത്തവരായിരുന്നാൽ പോലും അവർക്ക് പ്രത്യേകമായ ഒരു വെളുപ്പ് അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. എന്തിന്റെ കാരണത്താലെന്നറിയുമോ? അവർ വുളൂ നിത്യമാക്കിയവരായിരുന്നവരാണ്, വുളൂ നിത്യമാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ വഅന ഫറതുഹും അലാ ഹൗളി, ഞാൻ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഹൗലിന്റെ ചാരത്ത് ഹൗലുൽ കൗസറിന്റേതാകുന്ന പടിവാതിക്കൽ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിക്കുകയാണ്. ആരെ? വുളൂ എടുത്തുകൊണ്ട് ഈ ദുനിയാവിൽ കടന്നുറങ്ങിയതാകുന്ന സമൂഹമാണ്, വുളൂ എടുത്തുകൊണ്ട് ആരാധനകൾ കർശന വെച്ചതാകുന്ന സമൂഹമാണ്, സദാസമയം വുളൂ എടുത്തുകൊണ്ട് മുഖവും കൈകാലുകളും വെളുത്തതാകുന്ന വിഭാഗമാണ്. അവരെ വിളിക്കുകയാണ്, അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഹൗലിൻ കരയിൽ നിലകൊള്ളുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്.